ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജെറോസ്കോപ്പിനെ കുറിച്ചാണ് കേട്ടോ. എന്നോട് കുറെ പേര് കമന്റ് ബോക്സിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജെറോസ്കോപ്പ് എന്താണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ജെറോസ്കോപ്പിക് സെൻസർ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടോന്ന് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ പബ്ജി കളിക്കുന്ന സമയത്ത് ജെറോസ്കോപ്പിക് ഗ്ലിച്ചുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ള 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ്. നമ്മൾ നേരെ പബ്ജി കളിച്ചുകൊണ്ടാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഒട്ടും കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ജെറോസ്കോപ്പ് എന്ന് മനസ്സിലാക്കാട്ടോ. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പ്രോക്സിമിറ്റി സെൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫോണിൽ കോൾ വരുന്ന സമയത്ത് നമ്മൾ ചവിട്ടിലേക്ക് ഫോൺ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസ്പ്ലേ ഓഫ് ആവുന്നത്. അതുമാതിരി തന്നെ ഒരു സെൻസറാണ് ജെറോസ്കോപ്പിക് സെൻസർ എന്ന് പറയുന്നത്. ഈ ജെറോ സെൻസർ കൊണ്ടുള്ള നമ്മുടെ യൂസ് കഴിഞ്ഞാൽ 3 ഡയമെൻഷൻ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. നമുക്കൊരു ഒബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് അതിനെ മൂവ് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് എവിടേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്കൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു XYZ ആക്സിസ് ആണ് നമുക്ക് തരുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഏതൊക്കെ ആംഗിളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോണിൽ എക്സ്ട്ര ആക്സിസ് ഉണ്ട്. ഒരു 3 ഡയമെൻഷൻ വ്യൂ നമ്മൾ ഒരു വ്യൂ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ള 3 ആക്സിസ് അവൈലബിൾ ആണ്. ആ ആക്സിസിലെ കറക്റ്റായിട്ടുള്ള വാല്യൂസിനെയാണ് ഈ ജെറോസ്കോപ്പിക് സെൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ നമ്മുടെ പബ്ജിയിൽ ജെറോസ്കോപ്പ് ഇനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയി ബേസിക്കലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള അടിയിലായിട്ട് തന്നെ നമുക്ക് ജെറോസ്കോപ്പ് എന്നുണ്ടായിരിക്കും. അത് ക്ലോസ് ആയിരിക്കും എടുക്കണമെങ്കിൽ നമ്മൾ ഓൾവേസ് ഓൺ കൊടുക്കുക. ഓൾവേസ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ മൂവ്മെൻറ്റ് നമ്മൾ ഏത് ആംഗിളിലേക്കാണോ അല്ലെങ്കിൽ ഏത് ആക്സിസിലേക്കാണോ നമ്മൾ കൈ മൂവ്മെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് അത്രത്തോളം ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിലെ മൂവ്മെൻറ്റിനനുസരിച്ച് ഫോക്കസ് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇത് നമുക്ക് അത്രത്തോളം ഇഫക്റ്റീവായിട്ട് തോന്നില്ല. നമ്മൾ റണ്ണിങ് ടൈമിലൊക്കെ നമുക്ക് എന്താ പറയുക, ജെറോസ്കോപ്പ് അത്ര ഇഫക്റ്റീവ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇത്ര മാത്രമുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ഫീച്ചറും കൂടി അവൈലബിൾ ആണ്. നമുക്ക് ഫോക്കസ് നമുക്ക് സ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ള അടിയിലേക്ക് പോകാൻ ജെറോസ്കോപ്പിൽ സ്കോപ്പ് ഓൺ എന്നുള്ള ഓരോ ഓപ്ഷൻ കാണാൻ സാധിക്കും. സെൻറ്ററിലത്തെ ബട്ടൺ അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മളിപ്പോൾ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഹാൻഡ് കൊണ്ട് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ആവില്ലേ. എപ്പോഴാണ് വർക്ക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കോപ്പ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെറോസ്കോപ്പ് പിന്നെ വർക്കായി തുടങ്ങും. ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾക്ക് നമ്മുടെ എനിമീസിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എനിമീസിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ റണ്ണിങ് ടൈമിൽ നമ്മുടെ ജെറോസ്കോപ്പ് ഓഫ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡോട് തന്നെ യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് സ്കോപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനിമീസിനെ നമ്മുടെ ഏത് ലൊക്കേഷനിലേക്ക് നമ്മുടെ കൈ കൊണ്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് പറ്റുന്ന ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻസ് നമ്മുടെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആവാത്തൊരു പ്രശ്നം വരും. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗെയിം കളിക്കുന്ന സമയത്ത് വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസേഴ്സ് ഇല്ലേ, ഏതാ പറയുക, നമ്മുടെ കാർ റേസിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൈ കൊണ്ട് ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ കാർ റേസിങ്ങിൽ വളഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ടതൊന്നും കാര്യമില്ല. അതുമാതിരി തന്നെയാണ് ഇതും വർക്കാവുന്നത്. നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കിത് വേണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോകുക, അതിൻ്റെ ഉള്ള ക്ലോസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജെറോസ്കോപ്പിൽ. അതെങ്ങനെ നമുക്ക് ജസ്റ്റ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഈ ഫീച്ചർ ഡിസേബിൾ ആയിക്കോളും. ഓൺ കൊടുക്കണമെങ്കിൽ ഓൺ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വേറെ കാര്യം തന്നെ കുറേ പേര് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഷവമി സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണെന്നുള്ളൊരു ഫീച്ചർ അവൈലബിൾ ആണ്. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്ന് എങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് കഴിഞ്ഞാൽ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഉള്ളിലേക്കാണ്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ സ്പെക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേർണൽ വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3-4 ടൈംസ് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലേക്ക് വരിക. അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെറോസ്കോപ്പ് എന്നൊരു ഓപ്ഷനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജെറോസ്കോപ്പ് എന്നൊരു ഓപ്ഷൻ 21 ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്ന ആംഗിളിൽ XYZ ആക്സിസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ്
അഡ്ജസ്റ്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പല പല ആംഗിളിലേക്ക് മൂവ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പാസ് കൊടുക്കാം. അത് നമ്മുടെ ഒരു ആക്ടിവിറ്റി ടെസ്റ്റ് ആവും. പിന്നെ അത് നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പൊസിഷനിൽ നമ്മൾ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വാല്യൂസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആപ്പിൽ നിന്ന് പുറത്തേക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും പാസ്സാണോ ഫെയിലാണോ എന്ന്. നമുക്ക് പാസ്സാണെങ്കിൽ ഒരു ഗ്രീൻ കളർ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് ഇത് കാലിബ്രേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതിന് കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പാസ് ഇനേബിൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ പല സമയങ്ങളിലും എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന്. ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി എല്ലാ സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. സെൻസേഴ്സ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും. അതിനുശേഷം നമ്മൾ എക്സിറ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് എങ്ങനെ ചെറിയ രീതിയിലുള്ള ഗ്ലിച്ചുകൾ ഗൈറോസ്കോപ്പിൻ്റെ എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളതാണ്. അതിലേക്ക് ഇനി കിടക്കാം. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഗൈറോസ്കോപ്പിക് ഗ്ലിച്ചുകൾ എങ്ങനെ നമുക്ക് പബ്ജി കളിക്കുമ്പോൾ സമയത്ത് ഒഴിവാക്കാന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മളൊരു 3-4 ടൈംസ് ഗെയിംസ് അല്ലെങ്കിൽ മാച്ചുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗ്ലിച്ചുകൾ സ്റ്റാർട്ട് ആവുക, അല്ലെങ്കിൽ ഒരു ഡിലേ സ്റ്റാർട്ട് ആവുക, നമ്മൾ മൂവ്മെന്റിനെ കറക്റ്റായിട്ട് വരാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പബ്ജി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഒന്നും മാച്ചിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ഒന്ന് പബ്ജിയിലേക്ക് കയറുക. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ കഴിയും. പിന്നെ ഒരു കാര്യം എന്ന് നമ്മുടെ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം, പബ്ജി സെറ്റിംഗ്സിൽ പോയതിനു ശേഷം, അപ്പോൾ ഓൾവേസ് ഓൺ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എടുക്കേണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ക്ലോസ് കൊടുക്കുക ഗൈറോസ്കോപ്പ്. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റിസോൾവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന ഫ്രെയിം ഡ്രോപ്സ് അല്ലെങ്കിൽ FPS എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എപ്പോഴും FPS നമ്മുടെ സ്മാർട്ട് ഫോണിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള എത്രയാണ് നമ്മൾ കളിക്കുമ്പോൾ ഏറ്റവും സ്മൂത്ത് കിട്ടുന്ന രീതിയിലുള്ള FPS സെറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഏറ്റവും ലോ ആവാൻ പാടില്ല, ഏറ്റവും ഹൈ ആവാൻ പാടില്ല, ഒരു ആവറേജിലിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ കപ്പാസിറ്റി, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സെറ്റിംഗ് എത്ര കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സെൻസറും നമ്മുടെ ലോഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സെൻസേഴ്സും കറക്റ്റായിട്ട് വർക്ക് ആവാതാവും. അപ്പൊ നമ്മൾ മീഡിയം സെറ്റിംഗ്സിൽ ഇട്ടിട്ട് പബ്ജി കളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.